ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 6 മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും ജലാംശമില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിന് അംശം ഇരിക്കുകയോ ചെയ്യരുത്. ഇതിനെ ഞാൻ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മസാലകളെല്ലാം നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് ആ ഉപ്പിൻ്റെയും മാങ്ങയുടെയും കൂടെ വെള്ളം മാത്രം വന്നിരിക്കും. ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പൊടികൾ ചേർക്കാം. ഇവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചമണമെല്ലാം ഒന്ന് പോകണം. അതേ രീതിയിൽ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർക്കണം. കായപ്പൊടി 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മാങ്ങയിലേക്ക് ഡയറക്റ്റായിട്ടങ്ങ് ചേർക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ആ മാങ്ങയുടെയും ആ ഉപ്പിൻ്റെയും എല്ലാം വെള്ളം അല്ലാതെ വേറെ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ചേർക്കരുത്. പച്ചവെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും ഒരു വെള്ളവും ചേർക്കരുത്. ഇതേ രീതി നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കരിവേപ്പില നല്ലെണ്ണയിലൊന്ന് താളിച്ചെടുത്ത് അതേ ചൂടിൽ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുവിട്ട് കരിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇനി ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ മാങ്ങയിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. അല്ലാതെ വെള്ളമോ വേറെ ഒന്നും ചേർക്കുന്നില്ല. നല്ലെണ്ണയിൽ തന്നെ ചേർക്കണം. എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായൊരു മാങ്ങ അച്ചാറാണ്. അതും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.